കീചകനും അവന്റെ സഹോദരന്മാരും ഗന്ധർവന്മാരാൽ മരിച്ചു എന്നുള്ള വാർത്ത നാട്ടുകാർ കേട്ടത് വളരെ അത്ഭുതത്തോടെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞും അവർ ആ സംസാരത്തിൽ തന്നെ തുടർന്നു നിന്നു. പട്ടണത്തിലും നാട്ടിൻപുറത്തിലും ജനങ്ങൾ അത് തന്നെ പറഞ്ഞു. ശൗര്യം കൊണ്ട് രാജസേവകനും സേനാധിപതിയുമായി തീർന്ന മഹാസത്വനായ കീചകൻ ദുർമതിയും പാപാത്മാവും പരസ്ത്രീ ദൂർത്തകനും ആയിരുന്നു. അവനെ ഗന്ധർവന്മാർ കൊന്നുപോലും. ഇപ്രകാരം ഘോരശത്രു സൈന്യഘാതകനായ കീചകന്റെ വധവൃത്താന്തം പല ജനങ്ങളും നാടുതോറും സംസാരിച്ച് തുടങ്ങി. അങ്ങനെ ദുര്യോധനൻ വിട്ട ചാരന്മാർ പല നാടും നഗരവും ചുറ്റി കറങ്ങി. ദേശം തോറും കേട്ട വാർത്തകൾ രാജാവിലേക്ക് എത്തിക്കുവാനായി മടങ്ങി. അവർ രാജധാനിയിൽ ചെന്ന് കുരുരാജാവിനെ കണ്ടു. ദ്രോണർ, കർണൻ, കൃപർ, ഭീഷ്മർ എന്നീ മഹാരഥന്മാരും ഭ്രാതാക്കളും തൃകർത്ത രാജാവും ഒന്നിച്ചു ചേർന്നിരുന്ന് ദുര്യോധനൻ സംസാരിക്കുന്ന സമയത്താകുന്നു ദൂതന്മാർ ചെന്നത്. ആചാര്യന്മാർ പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ പാണ്ഡവന്മാരെ അന്വേഷിച്ച് സദാദിക്കിൽ നടന്നു. പരപ്പേറിയ മഹാവിപിനത്തിൽ ഞങ്ങൾ അന്വേഷിച്ചു. വനവാസമില്ലാത്തടത്തും മൃഗവർഗങ്ങൾ ചിന്നി ചിതറിയതും വൃക്ഷലതാദികൾ പടർന്നു പിടിച്ചതുമായ വനങ്ങളിൽ ഒക്കെ ഞങ്ങൾ തിരഞ്ഞു നടന്നു. ഒരിടത്തും പാണ്ഡവന്മാരെ കണ്ടെത്താനായില്ല. പാർത്ഥന്മാർ പോയ മാർഗം ഏതെന്ന് പോലും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. പല ദിക്കിലും കാലടികൾ നോക്കി നടന്നു. ദുർഗങ്ങൾ, നാനാ നാട്ടിൻപുറങ്ങൾ, ജനനിബിഡമായ ദേശങ്ങൾ, പല നഗരങ്ങൾ, അങ്ങനെ പല പല നാട്ടിലും പോയി ഞങ്ങൾ തിരഞ്ഞ് നോക്കി. ഒരിടത്തും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാജാവിന് മംഗളം ഭവിക്കട്ടെ. രഥികന്മാർ മാർഗം അന്വേഷിച്ചിട്ടും അവർ പോയ വഴിയോ അവർ വസിക്കുന്ന ഇടമോ അറിഞ്ഞില്ല. യുക്തിയുക്തമായ വിധം ഞങ്ങൾ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചിരുന്നു. പാർത്ഥന്മാരോട് കൂടിയല്ലാതെ സൂതന്മാർ ദ്വാരകയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ കൃഷ്ണയും പാണ്ഡുപുത്രന്മാരും ഇല്ല. അവർ തീർച്ചയായും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ യോഗ്യന്മാരുടെ യാത്രയും പാർപ്പിടവും ഞങ്ങൾ അറിഞ്ഞില്ല. അവരുടെ വർത്തമാനവും വൃത്താന്തങ്ങളും ഒന്നും തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല. സ്വാമി, ഭവാൻ കൽപ്പിച്ചാലും ഇനിയും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അങ്ങ് പറഞ്ഞാലും പാണ്ഡവരെ അന്വേഷിക്കണമെങ്കിൽ അത് എപ്രകാരം ആവണം? വീരനായ രാജാവേ, ഞങ്ങൾ പറയുന്ന ഈ രസമായ വർത്തമാനം ഭവാൻ കേൾക്കുക. മഹാബലവാനായി തീർന്ന് തൃകർത്തന്മാരെ വധിച്ചവനും മത്സ്യരാജാവിൻ്റെ സൂതനുമായ കീചകനില്ലേ, അവനെ ഗന്ധർവന്മാർ കൊന്നു വീഴ്ത്തിയിരിക്കുന്നു. അദൃശ്യരായി നിന്നാണ് സഹോദരന്മാരോടുകൂടി അവനെ കൊന്നു വീഴ്ത്തിയത്. ശത്രുക്കളുടെ പരാജയം ഭവാന് ഇഷ്ടപ്പെട്ട വാർത്തയാണല്ലോ. അതുകൊണ്ട് തന്നെ ഭവാൻ ഇത് കേട്ടിരിക്കും. ഹേ കൗരവ ശ്രേഷ്ഠ, ഭവാൻ കൃതകൃതനായി മേലിൽ വേണ്ടത് ചെയ്താലും. ചാരന്മാരുടെ വാക്കുകൾ കേട്ട് വളരെ നേരം വിഷാദത്തോടെ ഇരുന്നതിന് ശേഷം ദുര്യോധനൻ സഭാവാസികളോട് പറഞ്ഞു, കാര്യങ്ങളുടെ പോക്കിന്റെ കലാശം ആലോചിക്കുമ്പോഴേക്കും ദുർഘടം തന്നെ. അതുകൊണ്ട് എല്ലാവരും ഗാഢമായി ഒന്ന് ചിന്തിക്കണം. പാണ്ഡവന്മാർ എവിടെ പോയിരിക്കുന്നു? അവരുടെ അജ്ഞാതവാസം അവസാനിക്കുവാൻ ഇനി അല്പകാലം മാത്രമേ ഉള്ളൂ. 13ാമത്തെ വർഷം അവസാനിക്കുവാൻ പോകുന്നു. ഈ ആണ്ടാണെങ്കിൽ അല്പം കൂടി ഉള്ളുതാനും. ഇത് കഴിഞ്ഞാൽ കരാറ് പോലെ എല്ലാം നിർവഹിക്കേണ്ടതായി വരും. അവർ ക്രോധിച്ചടുത്താൽ കൗരവന്മാർക്ക് തടുത്തു നിൽക്കുവാൻ കഴിയില്ല. എല്ലാവരും കാലം അറിയുന്നവരും കഷ്ടതയോടെ അതിനെ തരണം ചെയ്യേണ്ടതും ആകുന്നു. ക്രോധം എന്നവരായ അവർ, അതുകൊണ്ട് തന്നെ അവരെ നാട്ടിലേക്ക് വരാതെ കാട് കയറ്റുവാൻ ഇടയാക്ക വിധം എന്തെങ്കിലും ചെയ്യണം നമ്മൾ. അതിന് വേണ്ട മറുകൈ ഉടനെ തന്നെ സ്വീകരിക്കുകയും ചെയ്യണം. ശത്രുബാധ ഒഴിഞ്ഞ് എൻ്റെ രാജ്യം നിലനിർത്തുക വേണം. ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർണൻ മറുപടി പറഞ്ഞു, സാമർത്ഥ്യത്തോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കും വേറെ ചാരന്മാർ വേഗം തന്നെ ചെല്ലട്ടെ. പരപ്പേറിയ നാട്ടിൻപുറങ്ങളെല്ലാം അവർ ഗൂഢമായി സഞ്ചരിക്കട്ടെ. എല്ലാ സഭകളിലും താപസ ആശ്രമങ്ങളിലും രാജപുരങ്ങളിലും തീർത്ഥങ്ങളിലും സകലയിടത്തും നല്ലതുപോലെ അവർ തിരയട്ടെ. ഉത്സാഹത്തോടെ സമർത്ഥചാരന്മാർ അന്വേഷിച്ചാൽ ഒളിച്ചു വസിക്കുന്ന അവരെ കണ്ടുകിട്ടാതെ ഇരിക്കുകയില്ല.
നദീകുഞ്ചങ്ങൾ, തീർത്ഥങ്ങൾ, ഗ്രാമങ്ങൾ, നഗരങ്ങൾ, ആശ്രമങ്ങൾ, പർവ്വതങ്ങൾ, ഗുഹകൾ എന്നിവയെല്ലാം അവർ അന്വേഷിക്കട്ടെ. കർണൻ ഇപ്രകാരം പറഞ്ഞതിന് തുടർച്ചയായി ദുശാസനൻ പറഞ്ഞു, നമുക്ക് വിശ്വാസമുള്ള ചാരന്മാർ നാം നൽകുന്ന രഥവുമായി പോയി തേടിപ്പിടിക്കട്ടെ. കർണൻ പറഞ്ഞതൊക്കെ ശരിയാകുന്നു. ചാരന്മാരൊക്കെ ഉദ്വേഗിച്ച് പലയിടത്തും തിരഞ്ഞു നോക്കട്ടെ. അവരും മറ്റു പലരും ദേശം തോറും തിരയുമ്പോൾ പാണ്ഡവന്മാരെ കണ്ടുകിട്ടാതെ ഇരിക്കുകയില്ല. അവരുടെ ഗതിയും വാസവും പ്രവൃത്തിയും എല്ലാം നാം കണ്ടുപിടിക്കാം. ഏറ്റവും ഗൂഢമായ കടലിൻ്റെ അങ്ങേക്കരയിലേക്ക് പോയിട്ടും അവരെ അന്വേഷിക്കട്ടെ. അല്ലെങ്കിൽ ശൂരമാനികളായ അവർ വ്യാഘ്രങ്ങൾക്ക് ആഹാരമായിട്ട് ഉണ്ടാകും. ഇവിടെയൊന്നും കണ്ടു കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ദുഃഖിച്ച് മരിച്ചു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ മനസ്സുറപ്പിച്ച് വിഷമിക്കാതെ വിചാരിച്ച കാര്യം ഉത്സാഹത്തോടെ തന്നെ ചെയ്യുക. ദുശാസനൻ ഇപ്രകാരം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തത്വങ്ങൾ കാണുന്നവനും മഹാവീരനുമായ ദ്രോണർ പറഞ്ഞു, ആ ഗുണസമ്പന്നന്മാരായ പാണ്ഡവന്മാർ നശിക്കുകയോ തോൽക്കുകയോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ശൂരന്മാരും കൃതദിവ്യന്മാരും ബുദ്ധിമാന്മാരും ജിതേന്ദ്രിയന്മാരും ധർമ്മജ്ഞന്മാരും മഹാവീരന്മാരുമായ അവർ ഈ വിശേഷണങ്ങൾക്ക് തികച്ചും അർഹരാണ്. നീതി, ധർമ്മം ഇവയറിയുന്നവരും ധർമ്മിഷ്ഠരും സത്യസന്ധനുമായ ജ്യേഷ്ഠനെ അനുസരിക്കുന്നവരാകുന്നു അവർ. അവന്റെ കീഴിൽ നിലനിൽക്കുന്നവർ ആകുന്നു അവർ. ജ്യേഷ്ഠനെ കാത്തുപോരുന്ന അനുജന്മാരാകുന്നു ആ വീരന്മാർ. ആ ജ്യേഷ്ഠനാണെങ്കിൽ അജാതശത്രുവും ശ്രീമാനും വാത്സല്യമുള്ളവനും ആകുന്നു. അപ്രകാരം തന്നെ തൻ്റെ പാട്ടിൽ എപ്പോഴും നിൽക്കുന്ന ആ യോഗ്യന്മാരിൽ നീതിയോടെ പെരുമാറുന്ന ധർമ്മപുത്രർ ശ്രേയസിനെ പ്രാപിക്കാതിരിക്കുമോ? അതുകൊണ്ട് തന്നെ അവർ കരുതി തന്നെ കാലത്തിന്റെ ആഗമനം കാത്തുകൊണ്ട് ജീവിക്കുകയാണ്. അവർ നാശത്തിലേക്ക് ഒരിക്കലും ചെന്നെത്തുകയില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ വേഗത്തിൽ തന്നെ കാലം തെറ്റാതെ ചെയ്യുക. അവർ പാർക്കുന്ന സ്ഥലത്ത് ചാരന്മാരെ അയച്ച് കണ്ടുപിടിക്കുക. വേണ്ടതുപോലെ പാർത്ഥന്മാരുടെ കാര്യങ്ങൾ നാം ഗ്രഹിക്കുക. ആ ശൂരന്മാരെ ജയിക്കുവാൻ എളുപ്പമുള്ള കാര്യമല്ല. തപസാൽ അഭിവൃദ്ധരായ അവരെ പിടിക്കുവാൻ ഒരിക്കലും സാധിക്കില്ല. യുധിഷ്ഠിരനാകട്ടെ നീതിയും സത്യവും ശുചിത്വവും തികഞ്ഞവനാകുന്നു. അങ്ങനെയുള്ള ശുദ്ധാത്മാവ് ആകുന്നു എന്ന് ഗുരു ദ്രോണർ പറഞ്ഞതിന് പിന്നാലെയായി ഭീഷ്മർ പറയുന്നു. ധർമ്മജ്ഞനായ ധർമ്മജനെ പറ്റി ദ്രോണർ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. കൗരവന്മാരുടെ ഹിതത്തിനായി അനുഗുണമായി പാണ്ഡവന്മാരെക്കുറിച്ച് ഞാനും ചിലത് പറയാം. ദ്രോണർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാകുന്നു. സർവലക്ഷണങ്ങളും തികഞ്ഞവരും സാധുവ്രതരും ശുദ്ധരും വ്രതമുള്ളവരും നാനാശ്രുതികൾ അറിഞ്ഞവരും വൃദ്ധോപദേശം കേൾക്കുന്നവരും സത്യവ്രതം ഉള്ളവരും സമയവും അസമയവും വേർതിരിച്ച് മനസ്സിലാക്കുന്നവരും ശുചിവ്രതന്മാരുമായ ആ പാണ്ഡവന്മാർ കൃഷ്ണനെ പിന്തുടരുന്നവർ ആകുന്നു. അവർ വീരപുരുഷന്മാരും മഹാത്മാക്കളും മഹാബലന്മാരും ആകുന്നു. ആ പാണ്ഡവന്മാർ വസിക്കുന്നത് കണ്ടുപിടിക്കുവാൻ അവരെ കണ്ടുപിടിക്കുക എന്നത് അത്ര എളുപ്പമായുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്രകാരം സഭാവാസികൾ ഏവരും പറഞ്ഞതിന് പിന്നാലെ കൗരവരുടെ ഗുരുപ്രമുഖനാകുന്ന കൃപരും ഇപ്രകാരം തന്നെ ദ്രോണരുടെയും ഭീഷ്മരുടെയും അഭിപ്രായത്തെ പിന്താങ്ങി. ശേഷം മഹാരഥനും ശക്തനുമായ ത്രികർത്ത രാജാവായ സുശർമാവ് കാലോചിതമായി പറയുവാൻ ഭാവിച്ചു. ഈ ത്രികർത്ത രാജാവ് പല പ്രാവശ്യവും മത്സ്യരാജാവായ ശാൽവനാൽ തോൽപ്പിക്കപ്പെട്ടവൻ ആകുന്നു. ബന്ധുക്കളോടുകൂടി ബലവാനായ മത്സ്യൻ സൂതനായ കീചകന്റെ നേതൃത്വത്തിൽ പല പ്രാവശ്യവും ആക്രമണം നടത്തി പരാജിതനാക്കിയിട്ടുണ്ട് ത്രികർത്തനെ. ആ രാജാവായ സുശർമാവ് കർണനെ നോക്കി ഇപ്രകാരം ദുര്യോധനനോട് പറഞ്ഞു: മത്സ്യൻ പല പ്രാവശ്യവും എൻ്റെ നാടിനെ അവൻ്റെ ശക്തി കൊണ്ട് പ്രയോഗിച്ച് പരാജയപ്പെടുത്തി. അന്ന് അവന് ശക്തനായ ഒരു പടനായകൻ ഉണ്ടായിരുന്നു. അവനാകുന്നു കീചകൻ. അമർഷിയും ഘാതകനും ദുഷ്ടനും പേരുകേട്ട വിക്രമിയും ആയിരുന്നു അവൻ. ആ പാപിയെ ഗന്ധർവന്മാർ കൊന്നുകളഞ്ഞു. അവൻ മരിച്ചതിന് കാരണം യാതൊരു സംശയവും ഇല്ല. ഗർവ്വകെട്ടവനായ ആ രാജാവ് ഇപ്പോൾ മത്സ്യരാജാവായ വിരാടൻ ഉത്സാഹഹീനനായി എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഭവാൻ അങ്ങോട്ട് പൊരുതി പോവുക. കൗരവന്മാർക്കൊക്കെ ഇക്കാര്യം ബോധ്യമായിട്ടുണ്ടെങ്കിൽ, കർണനും ഇക്കാര്യം യുക്തമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പൊരുതി പോകുവാൻ തോന്നിയാൽ നമുക്ക് ഗുണം ചെയ്യും. നാം ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യം ഇതാണ്. എൻ്റെ അഭിപ്രായം ഇത് തന്നെയാകുന്നു. വളരെ ധാന്യസമൃദ്ധിയുള്ള അവൻ്റെ നാട് നാം ആക്രമിക്കണം. അവൻ്റെ നാട്ടിൽ പല രത്നങ്ങളും ധനങ്ങളും നാം കൈക്കലാക്കണം. അവൻ്റെ രാജ്യവും ഗ്രാമവുമെല്ലാം രണ്ടു ഭാഗത്തു നിന്നും ആക്രമിച്ച് പിടിച്ചെടുക്കണം. അല്ലെങ്കിൽ ഒന്നാന്തരം പശുക്കളെ നമ്മൾ നഗരത്തിൽ ചെന്ന് ബലമായി ഹരിക്കണം. കൗരവന്മാരും തൃകർത്തന്മാരും കൂടി ഈ ആക്രമണം നടത്തിയാൽ അവൻ്റെ പശുക്കളെയൊക്കെ നമുക്ക് നേടാം. നമ്മൾ രണ്ടു കൂട്ടരും അവൻ്റെ പൗരുഷത്തെ അടക്കണം. അവൻ്റെ പടകളെയൊക്കെ കൊന്ന് പാട്ടിൽ പിടിച്ചെടുക്കണം. ഇങ്ങനെ ന്യായമായ നിലയിൽ അവനെ അധീനതനാക്കി നമുക്ക് സുഖമായി ഇരിക്കാം. ഭവാന് സമ്പത്തും ഈ പുറപ്പാട് കൊണ്ട് ലഭിക്കും. ഇതിൽ യാതൊരുവിധ സംശയവും ഇല്ല. തൃകർത്ത രാജാവ് പറയുന്നത് കേട്ടുകൊണ്ട് കർണൻ ദുര്യോധനനോട് പറഞ്ഞു, സുശർമാവ് പറഞ്ഞ വാക്കുകൾ കാലോചിതമാണ്, നമ്മൾക്ക് ഹിതവും ആകുന്നു. അതുകൊണ്ട് തന്നെ ഉടനെ പടകൂട്ടി പുറപ്പെടേണ്ടത് ആകുന്നു. എന്താണ് ഭവാന്റെ അഭിപ്രായം? കുരുശ്രേഷ്ഠനും നമ്മൾക്കൊക്കെ പിതാമഹനുമായ ഭീഷ്മനും ആചാര്യനാകുന്ന ദ്രോണരും കൃപാചാര്യരും എങ്ങനെ തീരുമാനിക്കുന്നുവോ അപ്രകാരം നമ്മൾ തീർച്ചയായും യാത്ര പുറപ്പെടും. ആലോചിച്ച് പോകും. കാര്യസിദ്ധിക്ക് ആലോചന, വീര്യം, ശൗര്യം, സമ്പത്ത് എന്നിവ കെട്ട പാർത്ഥന്മാരെ കൊണ്ട് എന്ത് കാര്യം? അവർ തീരെ നശിച്ചിരിക്കുന്നു, കാലപുരിയിലേക്കും എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ചിന്തിക്കാതെ പശുക്കളെക്കുറിച്ചും നാനാവിധം വിത്തങ്ങളെക്കുറിച്ചും നാം ചിന്തിക്കുക. അവയെല്ലാം വേഗം പിടിച്ചെടുക്കുക. ദുര്യോധന രാജാവ് വൈകർത്തനായ കർണന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഉടനെ തന്നെ ഇപ്രകാരം സഹോദരനായ ദുശാസനനോട് കൽപ്പിച്ചു, നീ വൃദ്ധന്മാരോടുകൂടി ആലോചിച്ച് വേഗത്തിൽ പടകൂട്ടുക. നാം കൗരവന്മാരോടുകൂടി ഉദ്വേഗം പോലെ പോകണം. മഹാരഥനായ സുശർമാവ് കരുതിയ ദിക്കിലേക്ക് തൃകർത്തന്മാരോടുകൂടി ബലവാഹനപൂർണനായി പോകട്ടെ. അവൻ മുൻപേ തന്നെ മത്സ്യരാജ്യത്ത് ഉറപ്പോടുകൂടി ചെല്ലട്ടെ. പിറ്റേനാളത്തേക്ക് നമുക്കും ചെന്ന് കയറാം. സമൃദ്ധിയോട് കൂടിയ മത്സ്യരാജ്യത്ത് ഒത്തുചേർന്ന് ആക്രമണം നടത്താം. കൂട്ടത്തോടുകൂടി അവിടെ ചെന്ന് ഗോപാലകന്മാരോടേറ്റ് അനവധി പശുക്കളെ നേടണം. ശ്രീഗുണത്തോട് തികഞ്ഞ 100,000 നല്ല പശുക്കളെ നമുക്ക് കൈക്കൽ ആക്കണം. ഇപ്രകാരം കൽപ്പിച്ച് അഗ്നികോണിൽ സർവസമ്പന്നരായ രഥികളും ഗർവിഷ്ഠരായ സേനാനായകന്മാരും എത്തി. പക വീട്ടുവാൻ ഒരുങ്ങിയ മഹാബലനായ തൃകർത്തൻ അവൻ്റെ നേതൃത്വത്തിൽ ഗോഹരണത്തിനായി കറുത്ത സപ്തമി ദിവസം അവിടേക്ക് പുറപ്പെട്ടു. പാണ്ഡവന്മാർ പ്രശ്നവേഷത്തിൽ ഭൃത്യരായി ജീവിച്ചുകൊണ്ടിരിക്കെ അവരുടെ ശപഥത്തിന്റെ കാലവും ശരിക്കും കഴിഞ്ഞു. കീചകൻ മരിച്ചതിന് ശേഷം തകർന്നിരിക്കുന്ന വിരാടൻ കുന്തിപുത്രന്മാരിൽ വളരെ സ്നേഹത്തോടെ സൽക്കാരങ്ങളൊക്കെ ചെയ്ത് നാൾ കഴിച്ചു. 13ാമത്തെ സംവത്സരവും അവസാനിക്കുന്ന ദിവസം ഒരു മഹാസംഭവം വിരാടപുരിയിൽ ഉണ്ടായി. സുശർമാവ് വിരാടന്റെ മഹത്തായ ഗോധനം പെട്ടെന്ന് ആക്രമിച്ച് അപഹരിച്ചു. ഉടനെ വളരെ ബന്ധപ്പെട്ട് ഗോപാലകൻ പുരത്തിലേക്ക് എത്തി. കുണ്ടലങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള അവൻ തേരുവിട്ട് ചാടിയിറങ്ങി. ആ ശൂരനായ യോദ്ധാക്കളാൽ ചുറ്റപ്പെട്ട് മഹാന്മാരുമായ പാർത്ഥന്മാരും മറ്റുമായി ചേർന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഈ സമയത്താകുന്നു ഗോപാലകർ അവിടെ എത്തിയത്. രാജാവിനെ കണ്ട് തൊഴുതവൻ ഇപ്രകാരം ഉണർത്തിച്ചു, രാജാവേ, ഞങ്ങളെയെല്ലാം പോരിൽ ജയിച്ച് കൂട്ടത്തോടെ അകറ്റി പശുക്കളെ 100,000 ഇതാ തൃകർത്തന്മാർ പിടിച്ചുകൊണ്ട് പോകുന്നു. ഉടനെ തന്നെ ചെന്ന് അവരോട് എതിർക്കുക. ഭവാന്റെ ഗോധനം നശിക്കരുത്. ഇത് കേട്ടതോടുകൂടി മത്സ്യരാജാവ് ചാടി എഴുന്നേറ്റ് തൻ്റെ പടകളെയെല്ലാം കൽപ്പന കൊടുത്ത് സജ്ജമാക്കി. തേർ, ആന, കാലാൾ, കുതിര, കൊടി എന്നിവയോടുകൂടി ചട്ടകൾ ധരിച്ച് രാജാക്കന്മാരും രാജപുത്രന്മാരും പുറപ്പെട്ടു. വിചിത്രമായി തിളങ്ങുന്ന പലതരം ചട്ടകളും ആ വീരന്മാർ ധരിച്ചു. അകത്തുള്ള സ്വർണ്ണ നിർമ്മിതമായ ഒരു ചട്ട രാജാവിൻ്റെ ഇഷ്ടസോദരനായ ശതാനികനും ധരിച്ചു. എല്ലാം ഇരുമ്പ് കൊണ്ട് ഉള്ളവയാകുന്നു.
ശതാനികന്റെ അനുജനായ മന്ദിരാക്ഷനും ചട്ടയണിഞ്ഞു. ഭാനു, ചുഴി, തുള്ളി, കണ്ണി എന്നിവ 100 വിധമുള്ള അറ്റുപോകാത്ത ചട്ട മത്സ്യരാജാവ് ചാർത്തി. മുൻഭാഗത്ത് 3 പത്മ സൗഗന്ധികൾ പതിച്ചതും പുറത്ത്. അങ്ങനെ ആ മഹാരഥന്മാർ പുറപ്പെട്ടു. അപ്പോഴേക്കും സൂര്യപ്രകാശമുള്ള ദിവ്യമായ സ്വർണരഥത്തിൽ മഹാനുഭാവനായി ശോഭിക്കുന്ന മത്സ്യരാജാവിന്റെ ഉയർന്ന കൊടി പാറിക്കളിച്ചു. പിന്നെ വെവ്വേറെയും പൊന്നണിഞ്ഞ ധ്വജങ്ങൾ ക്ഷത്രിയന്മാരുടെ കൊടികളിൽ പാറിക്കളിച്ചു. അപ്പോഴേക്കും മത്സ്യരാജാവ് ശതാനികനോട് പറഞ്ഞു, കങ്കൻ, വല്ലവൻ, ഗോപാലൻ, ദാമഗ്രന്ഥി എന്നിവർ ചുണയുള്ളവർ ആകുന്നു. അവരും ഇന്ന് എൻ്റെ പക്ഷത്ത് നിന്ന് പോരാടട്ടെ. അവരിൽ സംശയമില്ല. അവർക്കും ധ്വജചിഹ്നങ്ങളുള്ള തേർ നൽകണം. ഉറപ്പുള്ള മൃദുലമായ വിചിത്ര കവചങ്ങളുള്ള ചട്ട നൽകണം. അവരും എന്നോടൊപ്പം യുദ്ധം ചെയ്യട്ടെ. ഇപ്രകാരം രാജാവ് പറഞ്ഞപ്പോൾ മനസ്സിൽ ബദ്ധപ്പാടോടെ പാർത്ഥന്മാർക്ക് ശതാനികൻ തേരുകൾ കൊണ്ടുവന്ന് കൽപ്പിച്ചു. അവർക്കേവർക്കുമുള്ള തേരുകൾ ഉടനെ സൂതന്മാർ ഹർഷത്തോടെ സജ്ജമാക്കി കൊണ്ടുവന്നു. ഉറപ്പുള്ളതും മൃദുലവുമായ ചട്ടകളണിഞ്ഞ് അവർ നിന്നു. നല്ല കുതിരപ്പൂട്ടുകളുള്ള തേരുകളിൽ കയറി സസന്തോഷം അവർ ഇറങ്ങി. യുദ്ധഗോവിന്ദന്മാരായ അവർ പ്രച്ഛന്നവേഷന്മാരും ആകുന്നു. അവർ എല്ലാവരും മഹാശക്തന്മാരും ആകുന്നു. സ്വർണാലങ്കാരമായ തേരുകളിൽ കുരുപുങ്കവന്മാർ അവർ വിരാടനെ പിന്തുടർന്നു. സത്യവിക്രമരും ശൂരന്മാരുമായ ആ 4 പാണ്ഡവന്മാർ, അതായത് അർജുനൻ ഒഴികെയുള്ള ആ 4 പാണ്ഡവന്മാർ മതജലം ഒഴുകുന്ന ഗജത്തെ പോലെ വിരാടനെ പിന്തുടർന്നു. സാമർഥ്യമുള്ള അഭിനന്ദന്മാരായ ശക്തിയുള്ള അനുയായികളും 8000 തേരുകളും 10000 ആനകളും 60,000 കുതിരകളും ചേർന്ന് സൈന്യത്തോടുകൂടി മത്സ്യന്മാർ അവിടേക്ക് പുറപ്പെട്ടു. വിരാടന്റെ ആ സൈന്യം പശുക്കൾ പോയ വഴി നോക്കി പുറപ്പെട്ടു. ആന, തേർ, കുതിര, കാലാൾ എന്നിവയോടുകൂടി വിരാടന്റെ സൈന്യം ദൃഢമായി യുദ്ധഭടന്മാരോടുകൂടി കാടിളക്കി പ്രശോഭിച്ചുകൊണ്ട് പശുക്കൾക്ക് പിന്നാലെ പുറപ്പെട്ടു.